വന്യജീവി ആക്രമണം നിയന്ത്രിക്കുന്നതിനും ലഘൂകരിക്കുന്നതിനും 10 കർമ്മ പദ്ധതികളുമായി വനം വകുപ്പ്. കാട്ടാന ആക്രമണത്തിൽ തുടർച്ചയായി ജീവാപായമുണ്ടായ സാഹചര്യത്തിലാണ് നടപടി. ഓരോ ദൗത്യത്തിനും ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. പോലീസ്, റവന്യൂ, തദ്ദേശ വകുപ്പുകൾ സംയുക്തമായാകും പ്രവർത്തിക്കുക. വനം വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ, വനം മേധാവി ഗംഗാസിംഗ് എന്നിവർ പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് കർമ്മ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചത്. ഓരോ ദൗത്യത്തിനും ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. ആനത്താരകൾ, വന്യമൃഗങ്ങളുടെ സ്ഥലം, സഞ്ചാരപാതകൾ എന്നിവയിൽ നിരീക്ഷണം ഏർപ്പെടുത്തും. സംഘർഷ പ്രദേശങ്ങളിൽ പ്രാദേശികമായി സന്നദ്ധ പ്രതികരണ സേന രൂപീകരിക്കും. മനുഷ്യ വന്യമൃഗ സംഘർഷ ലഘൂകരണത്തിന് ഗോത്ര സമൂഹങ്ങളുടെ പ്രാദേശിക അറിവ് പ്രയോജനപ്പെടുത്തും. വന്യജീവികൾക്ക് ഭക്ഷണവും വെള്ളവും വനത്തിനുള്ളിൽ ഉറപ്പുവരുത്താനും യോഗത്തിൽ തീരുമാനമായി. ഇതിനു പുറമെ കുരങ്ങുകളുടെ ശല്യം നിയന്ത്രിക്കുന്നതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തും. കാട്ടുപന്നി ശല്യം നിയന്ത്രിക്കുന്നതിന് പഞ്ചായത്തുകൾക്ക് വനംവകുപ്പിന്റെ സഹായം ലഭ്യമാക്കും. എംപാനൽ ചെയ്ത ഷൂട്ടേഴ്സിന് വകുപ്പിന്റെ സാങ്കേതിക സഹായം ലഭ്യമാക്കും. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ പ്രവേശിക്കുന്നത് തടയാൻ സൗരോർജ്ജ വേലികളുടെ നിർമ്മാണം പരമാവധി പൂർത്തിയാക്കും. മനുഷ്യ വന്യജീവി സംഘർഷം സംബന്ധിച്ച് കൂടുതൽ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കും. ഇതിനു പുറമെ കാട് പിടിച്ചു കിടക്കുന്ന എസ്റ്റേറ്റുകളുടെ ഉടമകൾ അടിയന്തരമായി കാട് നീക്കം ചെയ്യണം. വനത്തിലൂടെ കടന്നുപോകുന്ന റോഡുകളുടെ സമീപത്തെ അടിക്കാടുകൾ വെട്ടിത്തെളിച്ച് വിസ്ത ക്ലിയറൻസ് നടത്തും. ഹോട്ട്സ്പോട്ടുകളായ പഞ്ചായത്തുകളിൽ നിരീക്ഷണവും ഉടൻ ആരംഭിക്കും. പോലീസ്, റവന്യൂ, തദ്ദേശ വകുപ്പുകൾ സംയുക്തമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതേസമയം നേരത്തെ വന്യജീവി ആക്രമണം ഉണ്ടായപ്പോൾ പ്രഖ്യാപിച്ച പദ്ധതിയാണ് പുതിയ രൂപത്തിൽ പ്രഖ്യാപിച്ചതെന്നും ആരോപണം ഉയർന്നു. ഇടുക്കി വിഷൻ, കുമളി.